അതെന്താ അങ്ങനെ രണ്ട് പത്രത്തിൽ മാത്രം കൊടുക്കുന്നത്? എന്താ ഒരു പരസ്യമല്ലേ? ഇപ്പം ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിവിധ പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. അപ്പം വേറൊരു പത്രത്തിലും കൊടുക്കാത്തൊരു പരസ്യം എന്തുകൊണ്ടായിരിക്കും സിറാജിൽ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ ചോദിച്ചോട്ടെ, CPM ഈ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെ ധാരണ എന്താ? ഇവർ രാവിലെ ഒരു പത്രവാർത്ത ഇറക്കി ഒന്ന് ഇക്കിളിപ്പെടുത്തിയാൽ ഉടനെ ഇക്കിള് വീണിട്ട് അങ്ങ് അതിവൈകാരികമായി പ്രതികരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ? അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുകയാണോ? അവർക്കറിയില്ലേ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന്? എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾ സംഘപരിവാർ വിട്ട് മതേതര പ്രസ്ഥാനത്തിൽ ചേരുമ്പോൾ എന്തിനാണ് CPM ഇത്രയും വേദനിക്കുന്നത്? ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ എടുക്കേണ്ടതെങ്കിൽ ശ്രീ OK വാസുവിൻ്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിനെ ഓഡിറ്റ് ചെയ്തത്? ശ്രീ OK വാസു CPM വന്നപ്പം നമുക്ക് ഇപ്പോൾ CPM രാഷ്ട്രീയമായി യോജിപ്പുള്ള ആളല്ല ഞാൻ, പക്ഷേ ശ്രീ OK വാസു CPM വരുമ്പോൾ നമുക്ക് യോജിപ്പാണ്. കാരണം അദ്ദേഹം ഒരു വർഗീയ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. ശ്രീ സന്ദീപ് വാര്യർ RSS വിട്ടൊരു സെക്കുലർ ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് ഈ രാജ്യത്തെ മതേതരവാദികൾ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ദുഃഖിക്കുന്നവരുണ്ട്. സംഘപരിവാറുകാരാണ് ദുഃഖിക്കുന്നത്. ആ സംഘപരിവാർ മനസ്സാണ് സത്യത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന, ഇപ്പം അതിനകത്ത് ഞാൻ ആ പരസ്യം കണ്ടു, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേസെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാരാരൊക്കെയാണ്? ഒന്ന് യോഗി ആദിത്യനാഥ്, രണ്ട് യോഗി പിണറായി വിജയൻ. ഈ രണ്ടുപേരല്ലേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ കേസെടുത്തത്? ഇനി അന്ന് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നല്ലോ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കേസെടുത്ത മുഴുവൻ കേസുകളും റദ്ദ് ചെയ്യുമെന്ന്. എനിക്കതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്, റദ്ദ് ചെയ്തില്ലല്ലോ. ഇവിടെ മത്സരിക്കുന്ന പല ആളുകൾക്കും ശ്രീമതി രമ്യ ഹരിദാസിന് കേസുണ്ട്. ശ്രീ T സിദ്ദിഖ് അതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആരുടെയും പേരുള്ള കേസുകൾ റദ്ദ് ചെയ്തിട്ടില്ലല്ലോ. ഏത് കേസാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഈ മലപ്പുറം മേഖലയിലേക്ക് പോകുമ്പോൾ CPM പച്ചക്കൊടി ഉപയോഗിക്കാറുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് ചുവന്ന കൊടി മാറ്റി പച്ചക്കൊടിയൊക്കെ പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന്. പക്ഷെ എന്തൊരു ജീർണിച്ച മനസ്സാണ് ഇവർക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത ഇപ്പോഴും ഇവർക്ക് ബോധ്യമായിട്ടില്ല. അവർക്ക് തീരുമാനം എടുക്കാനൊക്കെ അറിയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാ കമ്മ്യൂണിറ്റികളും ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ, ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ, ഇവരുടെ പ്രീണനങ്ങൾക്കൊന്നും ജനങ്ങൾ നിന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.